ഇനി ചിന്തിക്കേണ്ടുന്നതായ ഭാഗം ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത് ആത്മാവാസമിതം സർവം വേദാന്തസാരം ശ്രീമദ് ഭാഗവതം എന്നുള്ളതാണ്. ഈ ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കണ്ടുകൊണ്ട് സേവിക്കാനും സ്നേഹിക്കാനും ഉപദേശിച്ചതായ ആർഷീശ്വരന്മാരുടെ പാദപാംസുക്കളാൽ പവിത്രമായ പുകൾപെറ്റ പുണ്യഭൂമിയാണ് നമ്മുടെ ഭാരതം. സൂര്യനീഴ ഭൂമിയിലുള്ളതായ സകല ചരാചരങ്ങളെയും മനുഷ്യനെ മാത്രമല്ല മനുഷ്യേതര പശുപക്ഷി മൃഗാദികളെ പോലെയും ഒരുപോലെ കണ്ട് സ്നേഹിക്കുവാനും സേവിക്കുവാനും തക്കതായ വിശാലമായ വീക്ഷണഗതിയോടുകൂടി ലോകത്തെ നോക്കിക്കണ്ടതായ പാരമ്പര്യത്തെ പുലർത്തുന്നതായ പുണ്യഭൂമിയാണ് നമ്മുടെ ഭാരതം. കുടത്തിൽ നിന്ന് ജനിച്ചതായ അഗസ്ത്യനെയും, പുല്ലിൽ നിന്ന് ജനിച്ചതായ കുശനെയും, മാനിൽ നിന്ന് ജനിച്ചതായ ഋഷിശൃംഗിനെയും, പുലിയിൽ ജനിച്ചതായ വ്യാഘ്രപാദനെയും ഒരുപോലെ ഈശ്വരതുല്യമായി ആരാധിക്കാൻ പോകുന്നതായ വിശാലമായ സംസ്കൃതി, ഒരു സമ്പത്ത്, സംസ്കാര സമ്പത്ത് നമ്മൾക്കുണ്ട്. എണ്ണിയാലൊടുങ്ങാത്തതായ ശാസ്ത്രശാഖകളിലൂടെ അനുഭവ സമ്പന്നന്മാരായ ആ ആത്മീയ ആചാര്യന്മാർ പകർന്നു തന്നത് ആ സംസ്കൃതിയുടെ തനിമയും മഹിമയും നമ്മൾക്ക് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി സകല ചരാചരങ്ങളിലും കൂടി കൊള്ളുന്നതായ ഈശ്വരന്റെ ഉണ്മയെ കണ്ടറിഞ്ഞ് ഒരുപോലെ ഏവരെയും സ്നേഹിക്കാനും സേവിക്കാനും പോകുന്നതായ മാനവജന്മത്തെ പാവനമാക്കാൻ പോകുന്നതായ ഉദാത്തമായ ആദർശങ്ങളുടെയും ആശയങ്ങളുടെയും അക്ഷയഖനിയാണ്. ലോകനന്മയ്ക്കായിക്കൊണ്ട് എണ്ണിയാലൊടുങ്ങാത്തതായ ശാസ്ത്രശാഖകളെ പകർന്നു തന്നതായ അറിവിൻ്റെ അവസാന വാക്കായ ആചാര്യന്മാരെന്നും പൂവിട്ട് പൂജിച്ച് മുകുളിത ഹസ്തരായി നമ്രശിഷ്കരായി മാനിക്കുന്നതായ സാക്ഷാൽ ഭഗവാൻ തന്നെയായ വ്യാസഭഗവാൻ. സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം, സംസാര സാഗര സന്തപ്തൈത്തന്മാരായി കഴിയുന്നതായി ജീവന്മാരോടുള്ള പരകോടി ജീവന്മാരോടുള്ള പരമകാരുണ്യം കൊണ്ട് അരുൾ ചെയ്തതാണ് ശ്രീമദ് ഭാഗവതം എന്ന്. നമ്മൾക്കാണെങ്കിൽ അങ്ങനെയല്ല, അനവധി ഗ്രന്ഥങ്ങളുണ്ട്. അനന്തശാസ്ത്രം ബഹുവേരിരവ്യം അല്പശകാലോ ബഹവച്ച വിഘ്ന. ശാസ്ത്രങ്ങൾ അനവധിയാണ്, ആചാര പരമ്പരകൾ അനവധിയാണ്. ഓരോ ആചാര്യന്മാരും എന്ന് പറയും, ഓരോ ആചാര്യന്മാരും എന്ന് ഓരോ പ്രകാരത്തിൽ പറയും. ഞങ്ങൾ പറയുന്നതൊക്കെ പക്ക, മറ്റുള്ളവർ പറയുന്നതൊക്കെ പോക്ക. ഇതിലിപ്പോൾ ഏതാ ശരി? എവിടെ നിന്ന് തുടങ്ങണം? രാമായണം വേണോ? ഭാരതം വേണോ? ഭാഗവതം വേണോ? ദേവി ഭാഗവതം വേണോ? ഇനിയിപ്പോൾ ഉപനിഷത്തുകൾ പഠിക്കണോ? ഇല്ലേ? നമുക്ക് ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ അതൊക്കെ പഠിച്ചു തീർക്കാമെന്ന് പറഞ്ഞ് നേരത്തെ കൂട്ടി പഠിച്ചു തുടങ്ങാൻ തക്കതായ ഒരു മനസ്ഥിതിയോ സാഹചര്യമോ ഉണ്ടോ? എല്ലാം കഴിഞ്ഞ് ഈ മുളയാമോള നേരത്തെ മേയാൻ പോകാന്നുള്ള കൂട്ടത്തിൽ വയസ്സായി കഴിഞ്ഞാൽ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് സത്രോ ഭാഗവതോ എവിടെ വെച്ചാൽ അവിടെയൊക്കെ പോയി ഇരിക്കാമെന്ന് പറയും. നല്ല വല്ല കാലത്ത് വല്ലതും തോന്നിയിരിക്കാൻ തോന്നിയില്ല. എന്തോ ഇപ്പോൾ ചെയറൊക്കെ കുറച്ച് ഇട്ട് തന്നിരിക്കുന്നതുകൊണ്ട് നല്ല സൗകര്യം, താഴെ ഇരിക്കണ്ട, അതുകൊണ്ട് വിരോധമില്ല, വൈകുന്നേരം വരെ ആവാം എന്ന മട്ടിലൊക്കെ ആയി. ശരി, ഇനി ഉള്ള കാലം എത്രയായാലും വിരോധവും ഇല്ല. ഈ ഉള്ള കാലത്ത് ആവുന്നത്ര പഠിക്കാമെന്ന് പറഞ്ഞ് പഠിക്കാൻ ഒരുങ്ങി കഴിഞ്ഞാലോ ബഹവച്ച വിഘ്നങ്ങൾ അനവധിയാണ്. ശ്രേയാംസി ബഹുവിഘ്നാനി എന്ന് ഉപനിഷത്തുകളിൽ പറയും. നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകൾ കൂടും, പ്രതിബന്ധങ്ങൾ കൂടും. നശിക്കാൻ എളുപ്പമാണ്, നന്നാവാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ എവിടെ നിന്ന് തുടങ്ങണം, ഏത് പഠിക്കണം, എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് ശങ്കിത മനസ്കരായി നിൽക്കുന്നതായ ഒരു ജീവനോട് അർത്ഥശങ്കയ്ക്ക് അവകാശമില്ലാത്തതായ രീതിയിൽ വ്യാസഭഗവാൻ അരുളി ചെയ്യുന്നു. ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. നിങ്ങൾ ശ്രീമദ് ഭാഗവതമാകുന്നതായ ഒരു ശാസ്ത്രത്തെ പഠിച്ചാൽ മതി, ഇരിക്കുന്ന ദിക്കിലിരുന്ന് എത്തേണ്ട ദിക്കിലങ്ങ് എത്തിച്ചേരാനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹിന്ദു ആണെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറയും. 1, ഭാരതം കേൾക്കണം. 2, ഗീത പഠിക്കണം. 3, ഭാഗവതം വായിക്കണം. ഓരോരുത്തർ കണക്കൂട്ട് അതിലിപ്പോൾ ഏതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കട്ടെ. 4, ഹിമാലയം കാണണം. 5, ഗംഗയിൽ കുളിക്കണം. എന്താ ഈ 5 കാര്യങ്ങൾ ആവശ്യമായിട്ട് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്, അനുഷ്ഠിക്കേണ്ടതാണെന്ന് പറയാൻ കാരണം, ഭാരതം കേൾക്കണം. മഹാഭാരതം ധർമ്മസലത്വം നിഹിതം ഗുഹായാം. ഗോപ്യമായ ധർമ്മത്തിൻ്റെ മർമ്മത്തെ, അതിൻ്റെ മാധുര്യത്തെ മനസ്സിലാക്കി തരുന്നതായ മഹത്തായ ശാസ്ത്രമാണ്. മാനവജന്മത്തിൻ്റെ പാവന മൂല്യങ്ങളെ, നമ്മുടെ ജീവിതം തുന്തിലമാക്കി തീർക്കാൻ പോകുന്നതായ മഹത്തായിരിക്കുന്നതായ ആദർശങ്ങളെ അനാവരണം ചെയ്ത് കാണിക്കുന്നതായ ഒരു അക്ഷയഖനിയാണ് മഹാഭാരതം. മഹാഭാരതം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ഒരാളുടെ കഥയില്ല. ആരുടെ കഥയില്ല?
മഹാഭാരതത്തിലെ ആദ്യത്തെ അവസാനത്തെ കഥാപാത്രം ആരാ? നമ്മൾ രാമായണമൊക്കെ വായിക്കും. ഏത് മാസത്തിലാ? കർക്കിടക മാസത്തില്. ഭാഗവതം അതെന്നും വായിക്കുന്നുണ്ടാവും. മഹാഭാരതോ അത് വായിക്കാറില്ല എന്ന് മാത്രമല്ല, പലരുടെയും ഒരു ധാരണ എന്താ, വീടുകളിൽ മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ കലഹം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പോൾ കലഹമൊന്നുമില്ല, അത് വായിച്ചിട്ട് വേണം വരാൻ. വ്യാസൻ എന്ത് കുടുംബം കലക്കിയ? 1,26,000 ശ്ലോകങ്ങളെ കൊണ്ട് 1500ഓളം കഥാപാത്രങ്ങളെ കൊണ്ട് പശുപക്ഷി മൃഗാദികളെ പോലും കഥാപാത്രങ്ങളാക്കി കോർത്തിണക്കി വിശാലമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതായ മഹത്വാൽ ഭാരവത്വാച്ച മഹാഭാരതം ഇരീര്യത എന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അതിൽ തന്നെ പറഞ്ഞിരിക്കെ, വിശ്വോത്തര സംസ്കൃതിയുടെ സമ്പത്തായിരിക്കുന്നതായ മഹാഭാരതമാകുന്നതായ ഗ്രന്ഥത്തെ നമ്മൾ പഠിക്കാൻ ഒരുങ്ങുന്നില്ലെങ്കിൽ നമ്മളുടെ എല്ലാവരും നിർഭാഗ്യം, അന്ധവിശ്വാസം എന്ന് മാത്രമേ പറയുകയൂ. മഹാഭാരതം അങ്ങനെ വായിക്കാൻ പാടില്ലാത്തതല്ല, പഠിക്കാൻ പാടില്ലാത്തതല്ല, നിത്യം വായിക്കേണ്ടുന്നതായ ഗ്രന്ഥമാണ്. ഓരോ ഹിന്ദു ഭവനങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടതായ മഹത്തായ പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ ചരിത്രമാണ് മഹാഭാരതം. ആ മഹാഭാരതം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ഒരു കഥാപാത്രത്തിലാണ്, ഒരു പട്ടിയുടെ കഥയിലാണ്. ജനമേജയ മഹാരാജാവിൻ്റെ സർപ്പസത്ര യാഗശാലയിലേക്ക് ഒരു പട്ടി കടന്നു വരും. അന്നേരം രാജഭടന്മാർ വടിയെടുത്ത് അടിച്ച് ഓടിക്കും. അന്നേരം പട്ടി എന്ന് പറയും, ഞാനിവിടെ ഒരു വസ്തു എച്ചിലാക്കിയിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, നിങ്ങളെ എന്നെ വടിയെടുത്ത് അടിച്ച് ഓടിച്ചു, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കഴിയാൻ എന്തുമാത്രം അവകാശമുണ്ടോ അതുപോലെ എനിക്കും അവകാശമുണ്ടോ, നിങ്ങൾ ചെയ്തത് ധിക്കാരമാണ്, അധർമ്മമാണ്, നിങ്ങളുടെ യാഗം പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ശാപം ഫലിച്ചു, യാഗം മുടങ്ങി. പണ്ടുകാലത്തൊരു പട്ടിയുടെ വാക്കിന് പോലും വിലയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കഥയുടെ ആരംഭം. പിന്നെ അവസാന സമയത്ത് പാണ്ഡവന്മാർ മഹാപ്രസ്ഥാനം ചെയ്യും, പട്ടി കൂടെ പോയ കഥ അറിയാമല്ലോ. എന്തുകൊണ്ട് ഒരു പട്ടിയിൽ തുടങ്ങി പട്ടിയിൽ അവസാനിക്കുന്നതായ രീതിയിൽ മഹാഭാരതത്തെ പറഞ്ഞു തന്നു എന്നാണെങ്കിൽ, പട്ടിയുടെ ഡ്യൂട്ടി എന്താ? കാവല്. നമ്മളെ കാക്കുന്നത് ആരാ? ഭർത്താവോ? ഭഗവാൻ അവിടെ ഇരിക്കട്ടെ. നമ്മളെ കാക്കുന്നത് ആരാ? ഈശ്വര വിശ്വാസമുള്ള ഒരാളായിക്കൊള്ളട്ടെ, ഇല്ലാത്തൊരാളായിക്കൊള്ളട്ടെ, ഏത് ജാതിയോ മതമോ ദേശമോ എവിടെയോ കഴിയുന്ന ആര് തന്നെ ആയിക്കൊള്ളട്ടെ, എല്ലാവരെയും കാക്കുന്ന എന്താണ്? ഭഗവാൻ അവിടെ ഇരിക്കട്ടെ അമ്മേ. നമുക്ക് എന്തു വന്നാലും അവസാനം ഭഗവാനല്ലേ വിളിക്കാനുള്ളൂ. ആരെയും കാക്കുന്നത്, എന്നും കാക്കുന്നത് ധർമ്മമാണ്. ധർമ്മം തലൈക്കാക്കും. കേട്ടിട്ടില്ലേ? ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മ പ്രൊട്ടക്ട്സ് ദോസ് ഹു പ്രൊട്ടക്ട് ധർമ്മ. ധർമ്മത്തെ ആര് രക്ഷിക്കുന്നുവോ അവനെ ധർമ്മം രക്ഷിക്കും. അതാണ് മഹാഭാരതം നമ്മൾക്ക് പകർന്നു തരുന്നതായി മഹത്തായ സന്ദേശം എന്ന് പറയുന്നത്. മഹാഭാരതം ധർമ്മത്തിൻ്റെ കഥയാണ് എന്നുള്ളത് കൊണ്ടാണ് മഹാഭാരതം കേൾക്കണം. ധാർമ്മിക തത്വങ്ങൾ കേട്ട് കേട്ട് ഉള്ളിൽ ഉറയ്ക്കണം. പണ്ട് കാലത്ത് കാരണവർ ഭാരതം വായിക്കും, മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കും. ആരാ കാരണവർ? തല നരച്ചു എന്നുള്ളതുകൊണ്ട് കാരണവസാനം കിട്ടില്ല. കാരണം അവരാണ്. അതാണ് കാരണവർ. നമ്മളുടെ ശ്രേയസ്സിന്, നമ്മളുടെ ഉയർച്ചയ്ക്ക്, നമ്മുടെ നന്മയ്ക്ക് കാരണം ആരാണോ അവരാണ് കാരണവർ. നമ്മൾക്ക് നേർവഴി കിട്ടണമെങ്കിൽ, ധാർമ്മികമായിരിക്കുന്നതായ ആശയങ്ങളും ആദർശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണമെങ്കിൽ ധാർമ്മിക തത്വങ്ങൾ ചെറുപ്പത്തിലെ ഉള്ളിൽ ഉറയ്ക്കണം. അതുകൊണ്ടാണ് മഹാഭാരതം കേൾക്കണമെന്ന് പറയുന്നത്. ഗീത പഠിക്കണം. ഭഗവത്ഗീത പാരാവാരങ്ങളൊക്കെ പരന്നു കിടക്കുന്നതായ ശാസ്ത്രശാഖയെ മുഴുവൻ കാച്ചിക്കുറുക്കി മണിമുത്തുകളായി ലളിത കോമള കാന്ത പദാവലികളാൽ വാസുദേവന്റെ വരദാനമായി വായ്മൊഴിയായി വഴിഞ്ഞൊഴുകിയതാണ് ഭഗവത്ഗീത. ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതമെന്ന് ആചാര്യസ്വാമികളും അങ്ങ് അരുളി ചെയ്യുന്നു. യാതൊരു പ്രിന്റിംഗ് ടെക്നോളജിയും ഇല്ലാത്തതായ അന്നത്തെ കാലത്ത് ഭഗവാന്റെ തിരുവായ്മൊഴിയായി വഴിഞ്ഞൊഴുകിയതായ ഭഗവത്ഗീതയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലോട്ട് വിവർത്തനം ചെയ്യപ്പെടാൻ ഇടയായിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഗീതയുടെ ആഴവും പരപ്പും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗീത കമ്പോട് കമ്പങ്ങ് വായിച്ചു തീർത്താൽ പോരാ, പഠിക്കണം. ഇന്ന് ലോകത്തിലുണ്ടായിരിക്കുന്ന എല്ലാ തത്വചിന്തകന്മാരും ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. എന്നിട്ടും അത് മതിയായി എന്നുള്ളതില്ല, കഴിഞ്ഞു എന്നുള്ളതില്ല. തദേവ രമ്യൻ രുചിരൻ നവം എന്ന് ഭാഗവതത്തിൽ പറയുന്ന പോലെ തന്നെ നവമായിട്ട് പുത്തനായിരിക്കുന്നതായ ആശയങ്ങൾ, വ്യാഖ്യാനങ്ങൾ അതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗീത പഠിക്കണം. പിന്നെ ഭാഗവതം വായിക്കണം. നിത്യസ്വാധ്യായ ഗ്രന്ഥമേത്? നമ്മൾക്ക് നിത്യപാരായണത്തിനായി കൊണ്ട് കലികാലത്ത് അന്യകടപ്രാണന്മാരായ ജീവന്മാർക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നതായ ശാസ്ത്രം, പഠിക്കേണ്ടുന്നതായ ശാസ്ത്രം ഏത് എന്ന് ചോദിക്കുന്നതായ സമയത്ത് പറയാണ്
ശ്രീമദ് ഭാഗവതമാണ് കലികാല ജീവന്മാർക്ക് അനുയോജ്യമായിരിക്കുന്നതായ ആവശ്യമായിട്ട് അനുഷ്ഠിക്കേണ്ടുന്നതായ സ്വാധ്യായ ഗ്രന്ഥം. നമ്മളെല്ലാം പൂർവികനായിരിക്കുന്ന മനു പറഞ്ഞു വെച്ചു, ദേശകാലോചിതം ധർമ്മ. ദേശകാലങ്ങൾക്ക് അനുസരിച്ചതായ ധർമ്മത്തെ വേണം നമ്മൾ പാലിക്കാനേ കൊണ്ട്. ദേശകാലങ്ങൾക്ക് അനുസൃതമല്ലാത്തതായ ധർമ്മം അത് എത്ര കണ്ട് ശ്രേഷ്ഠമാണെങ്കിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധ്യമല്ല. ദേശം മാറുന്നതനുസരിച്ച് ധർമ്മത്തിന്റെ സ്വഭാവം മാറും, കാലം മാറുന്നതനുസരിച്ച് ധർമ്മത്തിന്റെ സ്വരൂപം മാറും. അതൊരു ചരിത്ര സത്യമാണ്. അപ്പോൾ നമ്മളുടെ കേരള സമ്പ്രദായത്തിലാണെങ്കിൽ ഒറ്റമുണ്ട് കൊടുത്തിരുന്ന് തട്ടുകൊടുത്ത് താന്ത്രികമായിട്ട് പൂജ കഴിക്കുന്നതായ സമ്പ്രദായം അത് കേരള സമ്പ്രദായമാണ്. ഈ കേരള സമ്പ്രദായത്തിൽ പൂജ പഠിച്ചിരിക്കുന്നതായ ഒരാൾ ഹിമാലയത്തിൽ കേദാറിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഒറ്റമുണ്ട് കൊടുത്ത് തട്ടുകൊടുത്തിരുന്ന് പൂജ കഴിച്ചു എന്ന് വിചാരിക്കുക, അത് അവസാനത്തെ പൂജയായിരിക്കും, പിന്നെ പൂജ കഴിക്കേണ്ടി വരില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിരുന്നത് ഇല്ലേ, വസാനി വൽക്കലാന്യങ്കാന്ന് ഭഗവാൻ അരുളി ചെയ്യുന്ന പോലെ നല്ല കട്ടിയുള്ളതായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വേണം പൂജ കഴിക്കാൻ. ദേശം മാറുന്നതനുസരിച്ച് ആചാരം മാറും. അതുപോലെ തന്നെ കാലം മാറുന്നതനുസരിച്ച് കാലാകാലങ്ങളിൽ ഓരോ കാലത്തിലും അനുയോജ്യമായിരിക്കുന്നതായ ധർമ്മത്തെ വേണം ചെയ്യാനായിക്കൊണ്ട്. ഈ കലികാലത്ത് എങ്ങും സംശയ ദൃഷ്ടിയോടുകൂടി കഴിയുന്നതായ കാറ്റത്തട്ട പഞ്ഞിയെ പോലെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സോടുകൂടി കഴിയുന്നതായ പ്രാപഞ്ചിക ജീവന്മാർക്ക് എളുപ്പത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുന്നതായ സങ്കീർത്തന ഭക്തിയുടെ ഉന്നതവും ഉദാത്തവുമായിരിക്കുന്നതായ ഭാവത്തെ നമ്മൾക്ക് പറഞ്ഞു തരുന്നതായ പകർന്നു തരുന്നതായ പരമഹംസ സംഹിതയാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതം ഭാഗവതം നാമപുരാണമായിരിക്കുന്നതായ ഈ ശ്രീമദ് ഭാഗവതം ഭഗവത് നാമത്തിന്റെ മഹാത്മ്യത്തെ പ്രാചുര്യേന പ്രസ്താവിക്കുന്നതായി പരമഹംസ സംഹിതയായ ശ്രീമദ് ഭാഗവതം ഈ കലികാലത്തെ സ്വാധ്യായ ഗ്രന്ഥമായിട്ടങ്ങ് വിരിച്ചിരിക്കുന്നത്. ഈ ശ്രീമദ് ഭാഗവതം വ്യാസഭഗവാന്റെ 18 പുരാണങ്ങളിൽ അവസാനത്തെ പുരാണമാണ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പുരാണങ്ങളും എഴുതിയിട്ട് അവസാനമായിട്ട് എഴുതിയ പുരാണം എന്ന നിലയ്ക്ക് മാത്രം അതിന് അർത്ഥം കണ്ടാൽ പോരാ. മറ്റ് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ എല്ലാം ശാസ്ത്രസാരത്തെ ശ്രീമദ് ഭാഗവതത്തിൽ സംഗ്രഹിച്ച് സംക്ഷേപിച്ച് നമ്മളോടങ്ങ് അരുളി ചെയ്തിരിക്കുന്നു വ്യാസഭഗവാൻ. വേദങ്ങളുടെ ചരമവും പരമവുമായിരിക്കുന്നതായ അദ്വൈത സിദ്ധാന്തത്തിൽ നിന്ന് വികടമായി ഓരോരുത്തരും വേദശാസ്ത്രങ്ങളെ വ്യാഖ്യാനിക്കാൻ ഒരുങ്ങിയതായ സമയത്ത് വേദങ്ങളുടെ പരമമായ സിദ്ധാന്തം രണ്ടൊന്നില്ലാത്തതായ ഏകമേവ അദ്വൈതം ബ്രഹ്മ, രണ്ടൊന്നില്ലാത്തതായ അദ്വിതീയമായിരിക്കുന്നതായ ആ ബ്രഹ്മമാണ്, ആത്മവസ്തുവാണ്, തന്നിൽ താനായി വിളങ്ങുന്നതായ ആത്മസ്വരൂപമാണ് പരമലക്ഷ്യം എന്നുള്ളതായി തത്വത്തെ നമ്മൾക്ക് വ്യക്തമാക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടി ബ്രഹ്മസൂത്രമാകുന്നതായ ഗ്രന്ഥത്തെ വ്യാസഭഗവാൻ നിർമ്മിച്ചു. ആ സൂത്രം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? സൂചിത പദങ്ങളെ കൊണ്ട് മഹത്തായിരിക്കുന്നതായ ആശയങ്ങളെ പ്രകാശിപ്പിക്കുന്നതായ സമ്പ്രദായമാണ് സൂത്രം എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ നാടൻ ഭാഷയിലും സൂത്രക്കാരി എന്നൊക്കെ പറയില്ലേ, അമ്മേ അങ്ങനെ ഇരിക്കണമെന്ന് കാണണ്ട, സൂത്രക്കാരിയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാര്യം നടത്താൻ ശേഷിയുള്ള ആൾക്കാരെ സൂത്രക്കാരി എന്ന് പറയാം. അതുപോലെ എളുപ്പത്തിൽ ശാസ്ത്രം മനസ്സിലാക്കാൻ കൊച്ചു കൊച്ചു പദങ്ങളിലൂടെ മഹത്തായിരിക്കുന്നതായി ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ പോകുന്നതായ സമ്പ്രദായം, അതാണ് സൂത്രം. അങ്ങനെ ബ്രഹ്മസൂത്രത്തിലൂടെ അദ്വൈത സിദ്ധാന്തത്തിന്റെ അദ്വൈത സത്യത്തിന്റെ മഹിമയെ വ്യാസഭഗവാൻ ലോകത്തിനോട് പ്രവചിച്ചതായ സമയത്ത് അത് മനസ്സിലാക്കാൻ പലർക്കും പ്രയാസമേറിയതായ വേളയിൽ വ്യാസഭഗവാൻ തന്നെ ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനമായിട്ട് നിർമ്മിച്ചതാണ് മൃത്യോർമ്മ അമൃതം ഗമയ എന്ന മഹാമന്ത്രത്തിന്റെ വ്യാഖ്യാനമായി ഒരു വ്യക്തി നശിക്കുന്നതിൽ നിന്ന് നശിക്കാത്തതിലോട്ടുള്ള പ്രയാണത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളതായ ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയും. അപ്പോൾ ഭാഗവതത്തിന്റെ സാരം എന്താണ്? ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. എന്തിനാണ് ബ്രഹ്മസൂത്രം വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? നിത്യവസ്തു ഏകം ബ്രഹ്മ തൽ വ്യതിരിക്തം സർവമനിത്യം. നിത്യമായിരിക്കുന്നത് ആത്മസ്വരൂപിയായ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ടും കേട്ടും എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ, മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഈ പ്രപഞ്ചാനുഭവങ്ങളെല്ലാം ഒരു കാലത്തും ഇല്ലാത്തതാണ്. ഉള്ളത് ആത്മസ്വരൂപിയായ ഭഗവാൻ മാത്രമാണെന്ന് വിചാരം ചെയ്ത് സകല ചരാചരങ്ങളെയും ഒരുപോലെ ഈശ്വര സ്വരൂപമായി കണ്ടുകൊണ്ട് ആനന്ദിക്കാൻ പോകുന്നതായ വിശ്വോത്തരമായിരിക്കുന്നതായ സംസ്കൃതിയെ നമ്മൾക്ക് പകർന്നു തരുന്നതായ സംഹിതയാണ് ശ്രീമദ് ഭാഗവതം. ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബ്രഹ്മസൂത്രത്തിലെ 2ാമത്തെ സൂത്രമായിരിക്കുന്നതായ ജന്മാദ്യസ്യത എന്നുള്ളതായ സൂത്രം കൊണ്ട് ശ്രീമദ് ഭാഗവതം ആരംഭിച്ചു. എന്തുകൊണ്ട് ബ്രഹ്മസൂത്രത്തിൽ ആ സൂത്രം കൊണ്ട് തന്നെ ആരംഭിക്കാനുള്ളതായ ഒരു കാരണം എന്നാണെങ്കിൽ, ഭാഗവതത്തിൻ്റെ എന്ന് മാത്രമല്ല മറ്റ് പുരാണ ഇതിഹാസങ്ങളുടെ എല്ലാം തന്നെ ആത്യന്തികമായിരിക്കുന്നതായ ലക്ഷ്യം ഈശ്വരന്റെ സർവാത്മഭാവത്തെ നമ്മൾക്ക് ഉള്ളിൽ ബോധിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്.
യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ ഇല്ലേ? കാണപ്പെടുന്നതായ സകല ചരാചരങ്ങളെയും ഒരുപോലെ ഈശ്വരന്റെ സ്വരൂപമായി കണ്ടുകൊണ്ട് ഈശ്വരനോട് തോന്നുന്നതായ പ്രേമാദര ഭാവങ്ങളെല്ലാം സകല ചരാചരങ്ങളോടും ഒരുപോലെ നമ്മുടെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് സകല ശാസ്ത്രങ്ങളും പ്രവചിച്ചു വെച്ചിരിക്കുന്നത്. ഈശ്വരന്റെ ആ സർവാത്മഭാവത്തെ ബോധിക്കാൻ വേണ്ടി ആത്മാവാസമിതം സർവം, കാണപ്പെടുന്നതായ സകല ചരാചരങ്ങളും ആത്മാവിനാൽ ആവസിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായി തത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുരാണ ഇതിഹാസങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്, വിശിഷ്യ ശ്രീമദ് ഭാഗവതം. അത് അർത്ഥശങ്കയ്ക്ക് അവകാശമില്ലാത്തതായ രീതിയിൽ അരുളി ചെയ്യുന്നതാണ് ജന്മാദ്യസീത എന്നുള്ളതായ സൂത്രം കൊണ്ട് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുവാനുള്ളതായ ഒരു കാരണം. ആരെങ്കിലും ഈശ്വരന്റെ മഹിമ എന്താണ്, ഈശ്വരൻ ആരാണ്, എന്താണ് ഭാഗവതം എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ സംശയലേശമന്യേ അവരോട് വ്യക്തമായിട്ട് നമ്മൾക്ക് ഉത്തരം പറയാം, ജന്മാദ്യസേത എന്ന്. ജന്മാദ്യസേത എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അറിയേണ്ട ആൾക്കാരാണെങ്കിൽ പിന്നെ ചോദിക്കില്ല, അതുകൊണ്ട് കാര്യം മനസ്സിലാക്കും. അറിയാത്ത ആൾക്കാരാണെങ്കിലോ അവർക്കൊന്നും മനസ്സിലാവൂല്ല, അവരും ചോദിക്കില്ല. ആര് തന്നെയാലും ചോദിക്കില്ല എന്നർത്ഥം. അസ്യ ജന്മാദി അധഃ, ഈ കാണപ്പെടുന്നതായ പ്രപഞ്ചത്തിന്റെ ജന്മാദി ഭാവങ്ങൾ യാതൊന്നിൽ നിന്നാണോ അതാണ് ഈശ്വരന്റെ സ്വരൂപം, ആത്മസ്വരൂപം, പ്രപഞ്ചാധാരമായ പരമസത്യം എന്ന് കാണിച്ചു തരികയാണ്. നമ്മൾക്ക് നിത്യജീവിതത്തിൽ നമ്മൾക്ക് ചുറ്റുപാടൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ലോകത്ത് കാണാൻ സാധിക്കുന്നതായ കാഴ്ച എന്താ? നമ്മൾക്കറിയാൻ സാധിക്കാത്തതായ പ്രപഞ്ച രഹസ്യങ്ങൾ അനവധിയുണ്ട്. രാവിലെ കൃത്യമായിട്ട് സൂര്യൻ ഉദിക്കുന്നുണ്ട്, വൈകുന്നേരം അസ്തമിക്കുന്നുണ്ട്. ആര് പറഞ്ഞിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നതും? ഇന്നത്തെ ആധുനിക ശാസ്ത്രം ഏറിക്കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? ഓരോ സെക്കൻഡിലും 200 കോടി ടൺ ഹീലിയം അണുപ്രസരണത്തിന് വിധേയമാവുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു സൗരോർജ്ജം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന്. ഇത്രയും വലിയൊരു ഹീലിയം ഡെപ്പോസിറ്റ് ആര് കൊണ്ടുപോയി വെച്ചു? സൂര്യനില്. ഇനി സൂര്യനും ഹീലിയം ഒന്നും പോകേണ്ട ആവശ്യമില്ല. രാത്രി നമ്മൾ പാല് ഉറവഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കാലത്തായി കഴിഞ്ഞാൽ എന്താവും? തൈരാവോ മോരാവോ? തൈരാവുക അല്ലേ? എന്തുകൊണ്ടത് തൈരാവുന്നു? എന്തുകൊണ്ട് തൈരാവുന്നു? നമ്മെ പാലെന്തുകൊണ്ട് തൈരാവുന്നു? ആരെങ്കിലും മന്ത്രം ജപിക്കാറുണ്ടോ? ഓം തൈരായ നമ സങ്കല്പിച്ചിട്ടാണോ? അല്ല. ഏറിക്കൂടി വന്നാൽ എന്തു പറയും? ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടാണ് അത് പാല് തൈരായി മാറുന്നത് എന്ന്. ആവട്ടെ, ആരെങ്കിലും പാല് ഉറകൂട്ടി വെക്കുന്നതായ സമയത്ത് കുറച്ച് ബാക്ടീരിയകളെ ഇട്ട് വെക്കാറുണ്ടോ? നമ്മുടെ വീട്ടില് നല്ല ബാക്ടീരിയ, നല്ല കട്ടി തൈര അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. ആ ബാക്ടീരിയകളെ, പാലിനെ തൈരാക്കി മാറ്റുന്നതായ ബാക്ടീരിയകളെ പ്രവർത്തിപ്പിക്കുന്നത് ആര്? ബാക്ടീരിയകൾ പ്രവർത്തിച്ചുകൊണ്ട് എന്തുകൊണ്ട് പാല് തൈരായി മാറുന്നു? പാല് പെട്രോളായി മാറിക്കൂടെ? എന്നാ കാര്യം എളുപ്പമായി തീർന്നുമല്ലോ നമുക്ക്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നില്ല? രാമർ പെട്രോൾ പണ്ട് പച്ചവെള്ളത്തിൽ പെട്രോൾ ഉണ്ടാക്കുന്ന കുറച്ചു കാലം മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ. അതുപോലെയൊക്കെ വലുതും ആയിക്കൂടെ? ആവുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ ഇടയാവുന്നു? നമ്മൾക്ക് പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഉത്തരം കിട്ടാത്തതായി ചോദ്യങ്ങൾ അനവധിയാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണും ഇലക്ട്രോണും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതായി ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയുന്നു. ഈ പ്രോട്ടോണും ഇലക്ട്രോണിനെയും ചലിപ്പിക്കുന്നതായ ഈ കണികളെ, പരമാണുക്കളെ ചലിപ്പിക്കുന്നതായ ശക്തിവിശേഷം എന്ത്? അതിനെ ആര് ചലിപ്പിക്കുന്നു? ഈ പ്രപഞ്ച രഹസ്യങ്ങളെ അറിയാനുള്ളതായ അദമ്യമായിരിക്കുന്ന ആഗ്രഹങ്ങളെ കൊണ്ട് ഇന്നത്തെ ആധുനിക ശാസ്ത്രം, അത്യന്താധുനികന്മാരായിരിക്കുന്നതായ ആൾക്കാര് ക്ലോണിംഗ് പരീക്ഷണമെല്ലാം നോക്കി രാപ്പകൽ ഭേദമന്യേ അവർ പടാപ്പാട് പെട്ടിട്ടും അതിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നിരിക്കെ, കൽപ്പകാലങ്ങൾക്ക് മുന്നേ തന്നെ മഞ്ഞുരുകും മാമലയിൽ മരം കൊച്ചും തണുപ്പത്ത് മന്ത്രങ്ങളോതി മനനം ചെയ്തതായ മഹാർഷീശ്വരന്മാരായ നമ്മളെ പൂർവികന്മാര് ഈ ലോകത്തിനോട് പറഞ്ഞു വെച്ചു, ഈ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നതായ ഒരു ശക്തി വിശേഷമുണ്ട്. ഈ ലോകത്തെല്ലാം നിയന്ത്രിക്കാൻ പോകുന്നതായ ഒരു നിയാമകനുണ്ട്. ഇവിടെ സൂര്യൻ ഉദിക്കുന്നതിനെ, കാറ്റടിക്കുന്നതിനെ, മഴ പെയ്യുന്നതിനെ, മഞ്ഞ് പെയ്യുന്നതിനെ, ഒരു ആറ്റത്തിലെ പ്രോട്ടോണും ഇലക്ട്രോണും ചലിക്കുന്നതിനെല്ലാം ഒരു നിയമമുണ്ടെങ്കിൽ ഒരു നിയാമകനുണ്ട്. ആ നിയാമകന്റെ നിയമം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ആ നിയാമകന്റെ നിയമത്തിന് നീക്കുപോക്കില്ല എന്നുള്ളതായി സത്യത്തെ ലോകത്തിനോട് പറഞ്ഞു വെച്ചു. എന്നാൽ ആ നിയാമകൻ, ആ ഈശ്വരൻ, നിയാമകൻ എന്ന് പറയുന്നത് ആ ഈശ്വരൻ എവിടെ ഇരിക്കുന്നു എന്നാണെങ്കിൽ അതിനുത്തരമായിട്ടാണ് വ്യാസഭഗവാൻ ആദ്യമേ അരുളി ചെയ്തത് ജന്മാദ്യസയത. ഈ കാണപ്പെടുന്നതായ ജന്മാദി ഭാവങ്ങളെല്ലാം യാതൊന്നിൽ നിന്നോ അതിനെ ഈശ്വരൻ്റെ, പ്രപഞ്ചാധാരമായിരിക്കുന്ന ഈശ്വരനായിട്ട്, പ്രപഞ്ചത്തിൻ്റെ ഉണ്മയായിട്ട് അങ്ങ് അറിഞ്ഞുകൊള്ളൂ എന്ന്.
ഈ പ്രപഞ്ചത്തിൻ്റെ ജന്മാദിഭാവങ്ങളെ വെച്ച് കഴിഞ്ഞാൽ ജനിക്കുക, നിലനിൽക്കുക, നശിക്കുക, അല്ലേ? സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇങ്ങനെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾക്ക് കാരണഭൂതമായിരിക്കുന്നതായ ശക്തിയെന്ന് അത് എളുപ്പത്തിൽ മനസ്സിലാവാൻ ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക. ഈ പ്രപഞ്ചം എന്ന് വെച്ചാൽ തന്നെ എന്താ? ഒരു അനുഭവ പരമ്പരയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. കണ്ടിട്ട്, കേട്ടിട്ട്, സ്പർശിച്ചിട്ട്, ഘ്രാണിച്ചിട്ട്, രുചിച്ചിട്ട്, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടുണ്ടാവുന്നതായ അനുഭവങ്ങളുടെ ഒരു പരമ്പരയാണല്ലോ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ അനുഭവങ്ങളെല്ലാം നമ്മൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾക്ക് എന്നും അനുഭവങ്ങൾ ഒരുപോലെയാണോ? അല്ല. ഓരോ നിമിഷം കഴിയുന്നതോറും ടെലിവിഷൻ സ്ക്രീനിൽ ചിത്രങ്ങൾ ഓടുന്ന പോലെ അനുഭവങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അനുഭവങ്ങൾ അനുഭവിക്കുന്നതായ ഉപാധികൾ, ശരീരം, മനസ്സ്, ബുദ്ധി, നമ്മൾക്ക് ഈ അനുഭവങ്ങൾ അനുഭവിക്കുന്നത് 3 തലങ്ങളായിട്ടാണ്, 3 മണ്ഡലങ്ങളായിട്ടാണ്, അല്ലേ? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഉണർന്നിരിക്കുക, സ്വപ്നം കാണുക, ഉറങ്ങുക. ഒരാൾ 80 വയസ്സ് ജീവിച്ചു. എന്ത് ചെയ്തു? 80 വയസ്സ് വരെ കുറേ ഉണർന്നിരുന്നു, കുറേ ഉറങ്ങി, പിന്നെ കുറേ സ്വപ്നം കണ്ടു. അങ്ങനെ 3 അനുഭവ മണ്ഡലങ്ങളിലൂടെ നാനാവിധ അനുഭവങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്തിനെ കൊണ്ട് അനുഭവിക്കുന്നു? ശരീരം, മനസ്സ്, ബുദ്ധി, ഇങ്ങനെ 3 ഉപാധികളെ കൊണ്ട്. ഈ അനുഭവങ്ങളെന്നും നമ്മൾക്ക് ഒരുപോലെയാണോ? അല്ല. ഇപ്പൊ ജാഗ്രതത്തില് ഉണർന്നിരിക്കുന്ന സമയത്ത്, അല്ലേ? ഇപ്പൊ നിങ്ങൾ ഏതാവസ്ഥയിലാ? അല്ലേ? ഇരിപ്പ് കാണുമ്പോൾ ഒരു സംശയം. ഇപ്പൊ ഏതാവസ്ഥയിലാ? ഇപ്പൊ ദുരവസ്ഥയിലാ സ്വാമി. ജാഗ്രത അവസ്ഥയില് ഉണർന്നിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഭാഗവതം കേൾക്കുന്നു, അല്ലേ? ജാഗ്രതയിൽ ഭാഗവതം കേൾക്കുന്നു, അല്ലേ? പിന്നിലിരിക്കുന്ന അമ്മയാവട്ടെ വന്നിരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, അറിയാതെ കണ്ണടച്ചു പോയി, പാവം, പ്രായം കൊണ്ട്, ക്ഷീണം കൊണ്ട്. അപ്പോഴാ ഒരു സ്വപ്നം 10 കോടി ഉറുപ്പിക ലോട്ടറി അടിച്ചു എന്ന്. ഈ ഭാഗവതം കേൾക്കുന്ന പോലെയുള്ള അനുഭവമാണോ സ്വപ്നത്തില്? അല്ല. ഇനി അതുകഴിഞ്ഞ് സുഷുപ്തിയിലോട്ട് പോയി എന്ന് വിചാരിക്കുക. നല്ല ഫാൻ കാറ്റ് കിട്ടുന്നതായ സ്ഥലത്ത് പോയി നല്ല സീറ്റ് നോക്കി അവിടെ പോയി ഇരുന്ന പാടയും കണ്ണടച്ചു പോയി. പ്രഭാഷണം എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ഒരാൾ ചോദിച്ചു, ആ സ്വാമിയുടെ പ്രഭാഷണമൊക്കെ കേട്ടുവോ? എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അയ്യോ, ഞാൻ ആകെ 2 വാക്കേ കേട്ടുള്ളൂ. തുടങ്ങുമ്പോഴും നിർത്തുമ്പോഴും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയും. സുഷുപ്തിയിൽ ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി. ജാഗ്രതയിൽ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നു, സ്വപ്നത്തിൽ 10 കോടി ലോട്ടറി അടിച്ചു സ്വപ്നം കാണുന്നു. സുഷുപ്തിയിൽ ഒന്നും പറഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നു, ഇല്ലേ? 3 അനുഭവങ്ങൾ. ഒരാൾക്ക് തന്നെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന അനുഭവങ്ങൾ, മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ അനുഭവങ്ങൾ. ജാഗ്രത അവസ്ഥയിൽ ഭാഗവതം കേൾക്കുന്നു, അല്ലേ? സ്വപ്നാവസ്ഥയിൽ ലോട്ടറി അടിച്ച് സ്വപ്നം കാണുന്നു. സുഷുപ്തി അവസ്ഥയിൽ ഒന്നും പറഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളതായ അനുഭവം. ഈ അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാറ്റം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾക്ക് അനുമാനിക്കാം. എന്ത്? മാറ്റം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? റെയിലിലൂടെ ട്രെയിൻ ഓടുന്നുണ്ട്, അല്ലേ? എന്തുകൊണ്ടാ? ഡ്രൈവർ ഉള്ളത് കൊണ്ടാ. ഓ, ബുദ്ധിയുണ്ട് കേട്ടോ. നദിയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, എന്തുകൊണ്ടാ? അതിന് ഡ്രൈവർ ഉണ്ടെന്ന് പറയില്ലല്ലോ. നദിയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, എന്തുകൊണ്ടാ? നദിയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, എന്തുകൊണ്ടാ? പെരുമ്പാവൂര് വെള്ളത്തിന്റെ ആൾക്കാരല്ലേ. നദിയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, എന്തുകൊണ്ടാ? നോക്കൂ, റെയിലിലൂടെ ട്രെയിൻ ഓടുന്നത്, ആ റെയിൽ അവിടെ പെർമനൻ്റായി സ്ഥിരമായി നിൽക്കുന്നത് കൊണ്ടാണ് ട്രെയിൻ ഓടുന്നത്. നദിക്കൊരു പ്രതലം, അടിത്തട്ട് അവിടെ സ്ഥിരമായി നിൽക്കുന്നത് കൊണ്ടാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ഒരു ഒഴുക്ക്, ഒരു മാറ്റം നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ മാറാത്തതായി സ്ഥിരമായി നിൽക്കുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം, എങ്കിലേ മാറ്റം സംഭവിക്കൂ. അപ്പോൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അനുഭവ മണ്ഡലങ്ങളിലെ അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾക്ക് അനുമാനിക്കാം. എന്ത്? മാറാത്തതായ ഒന്ന് അതിൻ്റെ പിന്നിലുണ്ട് എന്ന്. മാറാത്തതായ ഒന്നുണ്ടെങ്കിൽ മാത്രമേ മാറ്റം സംഭവിക്കൂ. അതാണ് മാറാത്തതായ സത്യം. പ്രപഞ്ച പദാർത്ഥങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ, പ്രപഞ്ചാനുഭവങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ പിന്നിൽ മാറാത്തതായി തത്വമെന്ത്, സത്യമെന്ത് എന്ന് നോക്കിയാൽ, ഇപ്പൊ ജാഗ്രത അവസ്ഥയിൽ ഭാഗവതം കേൾക്കുക എന്ന് പറഞ്ഞു. ആരാ ഭാഗവതം കേൾക്കുന്നത്? ഇത്രയും പേര് ഇവിടെ വന്നങ്ങ് ഇരിക്കുന്നുണ്ട്, ബൊമ്മക്കുട്ടിയെ പോലെ അങ്ങ് ഇരിക്കുന്നുണ്ട്, ഇല്ലേ? കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുകയല്ലോ. ആരാ ഭാഗവതം കേൾക്കുന്നത്? അടുത്തിരിക്കുന്ന ആൾ കേൾക്കണോ ഇല്ലയോ നമുക്ക് പറയുക.
എന്തെങ്കിലും ശബ്ദം കേട്ടില്ല, എന്താ സമയം ഇപ്പം ചോദിച്ച് അപ്പോഴേ ആൾ ഇങ്ങോട്ട് വരുള്ളൂ. ഭാഗവതം ആരാ കേട്ടതെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഒരാളുടെ കാര്യം പറയാം. ആരുടെ കാര്യം? അവനവൻ്റെ കാര്യം. ഞാൻ കേട്ടു എന്ന് പറയാം. ആര് ഭാഗവതം കേട്ടു? ഞാൻ ഭാഗവതം കേട്ടു. സ്വപ്നം കണ്ട ഒരാളോട് ആരാ സ്വപ്നം കണ്ടത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാനാ സ്വപ്നം കണ്ടത് എന്ന് പറയും. സുഷുപ്തിയിൽ നിന്ന് ഉറങ്ങി എഴുന്നേറ്റ ഒരാളോട് ആരാ ഉറങ്ങിയത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാനാണ് ഉറങ്ങിയത് എന്ന് പറയും. അപ്പോൾ ജാഗ്രതയിൽ ഞാൻ ഭാഗവതം കേൾക്കുന്നു, സ്വപ്നത്തിൽ ഞാൻ സ്വപ്നം കാണുന്നു, സുഷുപ്തിയിൽ ഞാൻ ഉറങ്ങി എന്ന് പറയുന്നു. അപ്പോൾ ഭാഗവതം കേൾക്കലും ഉറങ്ങലും സ്വപ്നം കാണലും അവിടെ മാറുന്നുണ്ട്. അവിടെ എന്തു മാറുന്നില്ല? ഞാൻ മാറുന്നില്ല. ഞാൻ ഭാഗവതം കേൾക്കുന്നു, ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ ഉറങ്ങുന്നു. ഭാഗവതം കേൾക്കലും സ്വപ്നം കാണലും ഉറങ്ങലും മാറുന്നുണ്ട്. ആര് മാറുന്നില്ല? ഞാൻ മാറുന്നില്ല. ഈ അനുഭവ മണ്ഡലങ്ങളിലെ അനുഭവങ്ങളെല്ലാം മാറുന്ന സമയത്ത് മാറാതിരിക്കുന്ന ഞാൻ എന്ന അഖണ്ഡബോധത്തെയാണ് ആത്മാവെന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്. ബ്രഹ്മേരി പരമാത്മേരി ഭഗവാൻ ഇതി ശബ്ദതേ, ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ അവസ്ഥാത്രയങ്ങളിലെ അവസ്ഥകൾ അനുഭവങ്ങൾ മാറുമ്പോഴും മാറാതിരിക്കുന്ന ഞാനെന്ന അഖണ്ഡബോധം, അതാണ് ആത്മസ്വരൂപം. ആ ആത്മസ്വരൂപത്തിന് ഒരിക്കലും മാറ്റമില്ല. ഞാൻ ഭാഗവതം കേൾക്കുന്നു, ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ ഉറങ്ങി, അവിടെ അനുഭവങ്ങൾ മാറുന്നുണ്ട്. ആര് മാറുന്നില്ല? ഞാൻ മാറുന്നില്ല. മാറാതിരിക്കുന്ന ഞാനെന്ന ബോധത്തെയാണ് ആത്മസ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ഞാനാരാ? ആത്മസ്വരൂപം. ഞാനാരാ? ആത്മസ്വരൂപം. ഞാനാരാ? ആത്മസ്വരൂപം. ഇനി ഇവിടെ സത്രത്തിന് വന്ന സമയത്ത് പുതുതായിട്ട് ചില ആൾക്കാരെ കണ്ടു, പരിചയപ്പെട്ടു. ആരാ ചോദിച്ചാൽ എന്തു പറയും? ഞാൻ ആത്മസ്വരൂപി. അല്ലേ? സത്യം അതാണ്. പക്ഷേ നമ്മൾ എന്തു പറയും? ഉടനെ നമ്മളെ പേര് പറയും. അല്ലേ? ആത്മസ്വരൂപിയായ നാം ആത്മസ്വരൂപി എന്ന് മറന്ന് ഈ ശരീരത്തെ ഞാനെന്ന് കരുതി തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാങ്കടലിൽ ഒന്നായി വീണു വലയും. ഞാൻ ആത്മസ്വരൂപി എന്നുള്ളതായി സത്യം മറന്ന് ഈ ശരീരത്തെ ഞാനെന്ന് കരുതി ശരീരവുമായി ബന്ധപ്പെട്ട പദാർത്ഥങ്ങളെ എൻ്റെ എന്ന് കരുതി ഈ അഹന്താ മമതകളില് സുഖദുഃഖാദികളില് രാഗദ്വേഷാദികളിൽ അങ്ങ് അടിമപ്പെട്ടുകൊണ്ട് ആടലാങ്കടലില് സംസാര സാഗരത്തിൽ വീണ് വലിയ എന്നുള്ളതാണ് അനുഭവം. ഇതിനുള്ളതായ ഒരു മറുമരുന്ന് എന്താണ്? കാണപ്പെടുന്നതായ സകല ജരാചരകളിലും കുടികൊള്ളുന്നത് ആത്മസ്വരൂപിയായി ഞാൻ തന്നെയാണ് എന്ന്. മൂന്ന് അനുഭവ മണ്ഡലങ്ങളിലെ അനുഭവങ്ങൾ മാറുന്ന സമയത്തും മാറാതിരിക്കുന്നതായി ഞാനെന്ന ബോധമാണ് ആ ആത്മസ്വരൂപം. ആ ആത്മസ്വരൂപം, ആ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ എന്തോ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ പ്രപഞ്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവ പരമ്പരയാണ്, അനുഭവമാണ് എന്ന് പറഞ്ഞു. ഈ അനുഭവങ്ങളൊക്കെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ആ ആത്മസ്വരൂപം, ആ ആത്മചൈതന്യം ഉള്ളിലുണ്ടാവണം. അല്ലേ? ഈ പറയുന്നത് കേൾക്കുന്നില്ലേ? ഉണ്ട്. എത്ര കാലം കേൾക്കും? ആ ചൈതന്യം ബോധമുള്ളവരെ കേൾക്കും. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സ്പർശിക്കുന്നുണ്ട്, ഇല്ലേ, ഘ്രാണിക്കുന്നുണ്ട്. ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടുണ്ടാവുന്നതായ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ചൈതന്യം ഉള്ളിലുള്ളതുകൊണ്ടാണ്. അർക്കാനാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറക്കി വളവ്. അല്ലേ? എന്തിനും ആധാരം ആ ആത്മസ്വരൂപമാണ്. ആത്മസ്വരൂപം ഉണ്ടെങ്കിൽ മാത്രമേ അനുഭവങ്ങളുള്ളൂ. അപ്പോൾ യാതൊന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ടോ, യാതൊന്നില്ലെങ്കിൽ ഒന്നുമില്ലയോ, അതാണ് പരമകാരണം എന്ന് പറയും. ഇപ്പോൾ സ്വർണത്തെ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി, വളയുണ്ടാക്കി, മാലയുണ്ടാക്കി, മോതിരം ഉണ്ടാക്കി, അല്ലേ? പേര് പലതാണ്, വസ്തു ഒന്നാണ്. സ്വർണം തന്നെയാണ് മാലയായിട്ടിരിക്കുന്നതും വളയായിട്ടിരിക്കുന്നതും മോതിരമായിട്ടിരിക്കുന്നതും. ഈ മാലയ്ക്കും വളയ്ക്കും മോതിരത്തിനുമെല്ലാം കാരണം എന്താണ്? സ്വർണമാണ്. അല്ലേ? സ്വർണമാണ് ആഭരണമായിട്ടിരിക്കുന്നത്, കാരണമാണ് കാര്യമായിട്ടിരിക്കുന്നത്. അപ്പൊ പ്രപഞ്ച കാരണം ആത്മസ്വരൂപമാണെങ്കിൽ ഞാനെന്നതായ ബോധമാണ് ആത്മസ്വരൂപം. ഞാനെന്ന ബോധമുണ്ടെങ്കിലേ പ്രപഞ്ചാനുഭവങ്ങളുള്ളൂ. അപ്പൊ എന്തിനും കാരണം ആത്മസ്വരൂപമാണ് എന്ന് പറയുകയാണെങ്കിൽ, കാരണമാണ് കാര്യമായിട്ടിരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ, ഈശ്വരനാണ്, ആത്മാവാണ് പ്രപഞ്ചമായി പ്രകാശിക്കുന്നത്. ഈശ്വരനാണ് പ്രപഞ്ചമായി പ്രകാശിക്കുന്നത്. വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം ഏതാ? വിശ്വസ്മയ നമ. ഓം വിശ്വസ്മയ നമ. അല്ലേ? എന്തുകൊണ്ട് വിശ്വസ്മയ നമ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു? അങ്ങനെ ഏതോ ഒരു ദേവലോക മരമനിയിൽ ഇരിക്കുന്നതായ ഒരു ദൈവത്തെ അല്ല നമ്മളുടെ പൂർവികന്മാർ നമ്മളോട് സങ്കല്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കണ്ടുറന്നാൽ കാണുമാറ്, കൈനീട്ടിയാൽ തൊടുമാറ് പ്രപഞ്ചാകരനെ പ്രതിഭാസിക്കുന്നതായ ഈശ്വരനെ ആരാധിക്കാനാണ് നമ്മളോട് നമ്മുടെ പൂർവികന്മാർ കൽപ്പിച്ചിരിക്കുന്നത്. ഈശ്വരൻ എവിടെ ഇരിക്കുന്നു?
സാവിത്രിയമ്മ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ വന്ന് ചോദിച്ചു, ഈശ്വരൻ എവിടെയായിരിക്കുന്നത് മോളെ, കൃത്യമായി പറഞ്ഞാൽ 100 രൂപ തരാമെന്ന് പറഞ്ഞു. അന്ന് സാവിത്രിയമ്മ അന്നും ഇന്നും നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. സാവിത്രിയമ്മ പറഞ്ഞു, ടീച്ചറെ ഈശ്വരൻ എവിടെയാണ് ഇരിക്കാത്തത്, കൃത്യമായി പറഞ്ഞാൽ 200 രൂപ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. അല്ലേ? അതാണ് ഉത്തരം. ഈശ്വരൻ എവിടെയാണ് ഇരിക്കാത്തത്? അല്ലേ? സകല ജരാചരങ്ങളിലും എള്ളിൽ എണ്ണ പോലെ, പഞ്ചസാരയിൽ മധുരം പോലെ, വാക്കിൽ അർത്ഥം പോലെ, പാലിൽ വെണ്ണ പോലെ സകല ജരാചരങ്ങളിലും കുടികൊള്ളുന്നതാണ് ഈശ്വരന്റെ ഉണ്മ എന്ന് പറയുന്നത്. കാണപ്പെടുന്നതായ സകല ജരാചരങ്ങളെയും ഒരുപോലെ ഈശ്വരനെ കണ്ട് സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? സർവം ഖല്ലിതം ബ്രഹ്മ, ഞാൻ താനിതെല്ലാം, മറ്റൊന്നുമില്ല നൂനം സനാതനം. ആത്മസ്വരൂപിയായി ഞാൻ തന്നെയാണ് സകല ജരാചര സ്വരൂപനെ പ്രകാശിക്കുന്നത്. ഞാനാരാ? ആത്മസ്വരൂപി. അല്ലേ? സ്വർണമാണ് ആഭരണമായിട്ടിരിക്കുന്നത്. ആത്മാവ് തന്നെയാണ് കാണപ്പെടുന്നതായ സകല ശരീരങ്ങളിലും സകല ശരീര സ്വരൂപേണയും കുടികൊള്ളുന്നത്. മാലയായിട്ടും വളയായിട്ടും എല്ലാം ഇരിക്കുന്നത് സ്വർണം തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് സർവപ്രകാരേണിയും പ്രകാശിക്കുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. കേട്ടില്ലേ? ആര് പറഞ്ഞു? വ്യാസൻ പറഞ്ഞു. വ്യാസന്റെ മക്കളായി നമ്മൾ വ്യാസന്റെ പേര് പറയുന്നില്ലെങ്കിൽ ഒരു അപരാധമല്ലേ? ആലോചിച്ച് നോക്കൂ. ഈ സകല ജനാചരങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് സ്നേഹിക്കാനും സേവിക്കാനും ഈ ലോകത്തെ പഠിപ്പിച്ചതായ പാരമ്പര്യം സൂര്യനികിഴ ഭൂമിയിൽ ഭാരതത്തിൽ ഉണ്ടായ പോലെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ ഭാരതീയൻ എന്തിനേയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പോലെ ഒരു ലോകത്തിലും ഒരു ധർമ്മത്തിനും ഒരു സംസ്കാരത്തിനും ഒന്നിനെയും ഉൾക്കൊള്ളാനായിട്ട് സാധ്യമല്ല. നിരസിക്കാനും നിഷേധിക്കാനുമല്ല, സ്വീകരിക്കാനും സ്വാംശീകരിക്കുവാനുമാണ് സനാതനധർമ്മം ലോകത്തിന് കൊടുക്കുന്നതായ സന്ദേശം. അപ്പം ആത്മസ്വരൂപിയായി ഞാൻ തന്നെയാണ് സകല ജരാചരങ്ങളിലും കുടികൊള്ളുന്നത്, ആത്മസ്വരൂപിയായി ഞാൻ തന്നെയാണ് സകല ജരാചര സ്വരൂപേണ കുടികൊള്ളുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളോട് തോന്നുന്നതായ സകല സ്നേഹഭാവങ്ങളും സങ്കല്പങ്ങളും മറ്റെല്ലാവരോടും ഒരുപോലെ തോന്നാൻ ഇടയായിത്തീരും. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? ഭർത്താവിനോടോ? ഏയ്, അത് പണ്ടേ ഇല്ല. ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? അവനവനോട്. അല്ലേ? തനിക്ക് തന്നോടുള്ള സ്നേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരാളോട്. താൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് തനിക്ക് സന്തോഷമാണ്. അല്ലേ? ആലോചിച്ച് നോക്കൂ. വീട്ടിൽ ചോറ് വയ്ക്കുകയാണ്, തനിച്ചാ, വീട്ടിൽ ആരുമില്ല സഹായിക്കാൻ. ചോറ് വയ്ക്കുന്ന സമയത്ത് അതിൽ കല്ല് കടിച്ചു എന്ന് വിചാരിക്കുക. താൻ തന്നെ വെച്ച ചോറിൽ താൻ തന്നെ കഴിക്കുന്ന സമയത്ത് കല്ല് കടിച്ചു എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. എൻ്റെ കഷ്ടകാലം എന്നാ തോന്നണം, എന്താപ്പം ചെയ്യുക? ഇല്ലേ? അതിനെ കഴിക്കും. നേരെ മറിച്ച് മരുമകൾ ചോറ് വെച്ചതിലാണ് കല്ല് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പം വിവരം അറിയും, കല്ല് വെന്തിട്ടേ ഇല്ല, അങ്ങനെയാ ചോറ് വയ്ക്കുക. ഇല്ലേ? ഉള്ള ബഹളമൊക്കെ കൂട്ടാൻ തുടങ്ങും. വേറൊരാൾ ചെയ്താൽ കുറ്റമായി, താൻ ചെയ്താൽ കുറ്റമല്ല. അല്ലേ? തൻ്റെ കാര്യത്തിൽ താൻ ക്ഷമിക്കും, തൻ്റെ കാര്യത്തിലേ ക്ഷമിക്കൂ. വേറൊരാളുടെ കാര്യത്തിൽ ക്ഷമിക്കില്ല. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാ? ആത്മസ്വരൂപിയാണ്. ആത്മസ്വരൂപിയായി ഞാൻ തന്നെയാണ് സകല ജരാചരങ്ങളിലും ഒരുപോലെ കുടികൊള്ളുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരോടെങ്കിലും നമ്മൾക്ക് വിദ്വേഷം ഉണ്ടാവുമോ? ഇല്ല. കാരണം അവരുടെ ഉള്ളിലിരിക്കുന്ന ആരാ? ഞാൻ തന്നെയാ. അല്ലേ? തന്നിൽ നിന്നും അന്യമല്ല. പരസുഖമേ സുഖമെനിക്കു നിയതം പരദുഃഖം ദുഃഖം, പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലി എന്നുള്ളൊരുക്കി പാടിയ ഉള്ളൂരിൻ്റെ വരികൾ, ആ ഉപനിഷത്ത് വാണികൾ അർത്ഥവത്തായി തീരും. സകല ജരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വരൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരോട് വിദ്വേഷം ഉണ്ടാവാൻ? അല്ലേ? ഈ ആൾക്കാരൊക്കെ പാര വയ്ക്കുന്ന ആൾക്കാരാ. എനിക്ക് ഇവരോടൊന്നും അങ്ങനെ പാര വയ്ക്കാനൊന്നും അറിയില്ല, വയ്യതാനും. ഞങ്ങൾ ആരോടും ഒരു വിദ്വേഷം ഉണ്ടാവരുത്, ഞങ്ങളെന്നും സ്നേഹത്തോടും സന്തോഷത്തോടും കഴിയണം. അതിനെ അനുഗ്രഹിക്കണേ എൻ്റെ ഭഗവാൻ, എൻ്റെ കണ്ണ, എൻ്റെ കണ്ണനല്ലാതെ ആരുണ്ട് ഞങ്ങൾക്ക്? കണ്ണനോടല്ലാതെ ആരോട് പറയാൻ കണ്ണ? ഞങ്ങളുടെ വിളിയൊന്ന് കേൾക്കണേ എന്ന് പറഞ്ഞ് സാവിത്രിയമ്മ ഉള്ളൊരു കേക്ക് പ്രാർത്ഥിച്ചു. സാവിത്രിയമ്മയുടെ ഭക്തിഭാവം കൊണ്ട് കണ്ണൻ സന്തുഷ്ടനായി. ഭഗവാൻ അരുളി ചെയ്തു, സാവിത്രിയമ്മേ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പരിഹരിച്ചു തരാം. പക്ഷേ ഞാൻ ഈ രൂപത്തിലല്ല പരിഹരിക്കാൻ വരിക. ഞാൻ ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ സാധ്യമല്ല. 25 വാട്ട് ഫിലമെൻറ്റിൽ 50 വാട്ട് കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ഫീസായി പോവും. അല്ലേ? രാത്രി 12 മണിക്ക് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്തേ മഹാദേവൻ ശൂലവും കൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതായ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ സ്ഥിതി എന്താവും? കാറ്റ് പോവും. ഇപ്പം താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രൂപത്തിൽ വരില്ല. ഞാൻ നിങ്ങളിൽ ആരുടെയെങ്കിലും ഒരാളുടെ രൂപത്തിൽ വന്നുകൊള്ളാം.
നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ രൂപത്തിൽ വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞു. സാവിത്രിയമ്മയാവട്ടെ ഈ അരുളപ്പാട് കിട്ടിയ ഉടനെ കാണുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു, അന്നും ഇന്നുള്ളതായി പതിവ് അല്ലേ, എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പത്രത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു വീട്ടമ്മയോട് പറഞ്ഞാൽ മതി എന്ന് പറയില്ലേ, അതും എല്ലാവരോടും പറഞ്ഞു, അതെ ഭഗവാൻ വരാ പറഞ്ഞിട്ട് കിട്ടുമോ, നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് കിട്ടുമോ, നമ്മൾ ആരുടെയെങ്കിലും ഒരാളുടെ രൂപത്തിൽ അത്രേ ഭഗവാൻ വരിക എന്ന് പറഞ്ഞു. ഇത് കേട്ടതിന് ശേഷം അടുത്തിരിക്കുന്ന അമ്മമാരൊക്കെ പരസ്പരം കണ്ടു കഴിഞ്ഞ് ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. ഒരു സംശയം, എന്താ, ഭഗവാനാണോന്ന്. ഭഗവാനാണോ സംശയം തോന്നിയതുകൊണ്ടോ പിന്നെ പാരവയ്ക്കലുണ്ടായില്ല എന്നാ, അന്ന് നിർത്തിയാത്ര പാരവയ്ക്കൽ പണി. അപ്പോൾ കാണുന്നത് എന്തും ഭഗവാനാണോ എന്ന ചിന്തയുണ്ടായിക്കഴിഞ്ഞാൽ, ഭഗവാനാണ് എന്ന ചിന്തയുണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി, സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാകബോധ ജനനി. ഈ സല്ലാഭമൊന്നു മതി. ഏത് ലാഭം? ഈ ലാഭം, ഈ ആത്മജ്ഞാനം, സകല ജരാചരങ്ങളിലും കുടികൊള്ളുന്നത് ആത്മസ്വരൂപിയായി ഞാൻ തന്നെയാണ് എന്നുള്ളതായ അഭേദഭാവം ഉള്ളിലുണ്ടായാൽ മതി. സല്ലാഭം ഒന്നു മതി, ഈ ലാഭം ഒന്നു മതി, ഇല്ലാരണം ക്രിയകൾ. പിന്നെ തമ്മിലുള്ളതായ വിദ്വേഷമോ കലഹോ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഈ ലോകം ദുഃഖിക്കാനും കരയാനും ഉള്ളതല്ല, അറിയാനും ആനന്ദിക്കാനും അറിയുവാനും ആനന്ദിക്കുവാനുമാണ് നമ്മൾക്ക് ഈ ജന്മം കിട്ടിയിരിക്കുന്നത്. അഷ്ടകരങ്ങളിൽ ആയിരജാലമേന്തി അട്ടഹസിക്കുന്നതായ ആദിപരാശക്തിയെയും പ്രീതി പ്രസന്തി മന്ദസ്മിത സുന്ദരതരമായിരിക്കുന്നതായി തിരുമുഖ കമലത്തോടുകൂടി പ്രശോഭിക്കുന്ന പാർത്ഥസാരഥിയായ പ്രഭുവിനെയും നമ്മളോട് ആരാധിക്കാൻ ആചാര്യന്മാർ അനുശാസിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനമായ തത്വം ഈ ജീവിതം ആനന്ദിക്കുവാനുള്ളതാണ്, ദുഃഖിക്കാനും കരയാനും ഉള്ളതല്ല. ജീവിതം ആനന്ദപൂർണമായി തീരണം, സ്നേഹത്തോടും സമാധാനത്തോടും സൗഹാർദ്ദത്തോടും കൂടി കഴിയാനും കൊണ്ട് സാധിക്കണം. എന്തിനാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത്? എന്തിനാണ് ആത്മീയമായിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കുന്നത്? ജീവിതം ആനന്ദപൂർണമാക്കി തീർക്കാൻ വേണ്ടിയാണ്, സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി കഴിയാൻ വേണ്ടിയാണ്. അതിനെന്ത് വേണം? ഈ ഒരു കാഴ്ചപ്പാട് ഉള്ളിലുണ്ടാവണം. മഹാഭാരതത്തിലെ ജന്മനാൽ അന്ധനായ ധൃതരാഷ്ട്രം ആ അന്ധതയെ സ്വയം സ്വീകരിച്ചതായി, തൻ്റെ ഭർത്താവിന് കാണാത്തതൊന്നും തനിക്കും കാണേണ്ട എന്ന് പറഞ്ഞ്, തൻ്റെ ഭർത്താവിന് കാണാത്തതൊന്നും തനിക്കും കാണേണ്ട എന്ന് പറഞ്ഞ അന്ധതയെ സ്വയം സ്വീകരിച്ചതായ ഗാന്ധാരിയും സ്വന്തമായിട്ട് കാഴ്ചപ്പാടില്ലാത്തതായ ധൃതരാഷ്ട്രം ആ ഉണ്ടായതായ കാഴ്ചപ്പാടിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതായ, അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതായ ഗാന്ധാരിയും. അതാണ് ഈ ലോകത്തിൽ കാണാൻ സാധിക്കുന്നതായ കാഴ്ചകൾ. ഈ ലോകം നന്നാവണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് നന്നാവണം. എന്താവണം കാഴ്ചപ്പാട്? സല്ലാഭമൊന്നു മതി. കാണപ്പെടുന്നതായ സകല ജരാചരങ്ങളും ആത്മാവാസമിതം സർവം, ആ ആത്മസ്വരൂപിയായി ഞാൻ തന്നെയാണ് എന്നുള്ളതായ അഭേദഭാവന ഉള്ളിലുണ്ടായിക്കഴിഞ്ഞാൽ, സകല ജരാചരങ്ങളിലും ഭഗവാൻ തന്നെയാണ് കുടികൊള്ളുന്നത് എന്നതായ കാഴ്ചപ്പാട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാളോടൊരു വിദ്വേഷം ഉണ്ടാവില്ല. ഭഗവാനോട് തോന്നുന്നതായ പ്രേമാദര ഭാവങ്ങൾ സകല ജരാചരങ്ങളിലും ഒരുപോലെ നമ്മൾക്ക് തോന്നുവാനിടയായി തീരും. ഭഗവാൻ അർപ്പിക്കുന്നതായ ആർക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും അത് ഭഗവാൻ അർപ്പിക്കുന്നതായി തിരുമുൽ കാഴ്ചയായിട്ട് നമ്മൾക്ക് കാണുവാനുള്ളതായ കണ്ണും കരളും ഉണ്ടാവും. ഭഗവാന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? എന്തേ കൊടുക്കൂ? ഇവിടെ എനിക്കാൻ പഴം കൊണ്ടുവരികയാണ്. എങ്ങനെയുള്ള പഴം കൊണ്ടുവരും? നല്ല പഴം കൊണ്ടുവരും ഇല്ലേ? എന്തുകൊണ്ടാണ്? അത് ആർക്കുള്ളതാ? ഭഗവാനുള്ളതാ. അപ്പൊ ഭഗവാന് കൊടുക്കുന്ന എന്തും നല്ലതായിരിക്കണം. നിയമം എന്നും ഒരുപോലെയാണല്ലോ? അത് സംശയം. ഒരു 5 രൂപ നോട്ട് കീറി പറഞ്ഞ് കടയിൽ കൊടുത്താൽ എടുക്കില്ല, ബസ്സിൽ കൊടുത്താൽ എടുക്കില്ല, സെല്ലോട്ടേപ്പിട്ട് ഒട്ടിച്ചിരിക്കുന്നതായ പരുവത്തിലും പരവശതയിലൊക്കെ ആയി. അതിനെന്ത് ചെയ്യും? കാണിക്ക് വഞ്ചിക്കൊണ്ടേക്കിടും. അതാണ് മുടക്കടക്കാരുടെ സ്വഭാവം അല്ലേ? ഒരു ഭക്തനാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല അല്ലേ? ഭഗവാൻ അർപ്പിക്കുന്ന എന്തും നല്ലതേ ആയിരിക്കുള്ളൂ, നല്ലതേ ഭഗവാന് കൊടുക്കൂ അല്ലേ? അപ്പോൾ സകല ജരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ഭഗവാൻ തന്നെയാണ് എന്നുള്ളതായ അഭേദഭാവന ഉള്ളിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും എങ്ങനെ കൊടുക്കൂ? നല്ലതേ കൊടുക്കാനിടയായി തീരുള്ളൂ. എന്തിനാണ് ഈ ശാസ്ത്രം പഠിക്കുന്നത്? നമ്മളുടെ ഗീതയും രാമായണവും ഭാഗവതവും ഒക്കെ അമ്പലമുറ്റത്തോ അരയാൽ തറയിലോ മാത്രം പഠിപ്പിക്കേണ്ടതായ കുറേ ശാസ്ത്രങ്ങളല്ല. നമ്മളുടെ വളർന്നു വരുന്നതായ തലമുറയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടതായ, ഈ ലോകത്തെ മുഴുവൻ നേർവഴിക്ക് നയിക്കാൻ പോകുന്നതായ സനാതന ധർമ്മത്തിൻ്റെ ഈറ്റില്ലങ്ങളായിരിക്കുന്നതായ
നമ്മുടെ സംസ്കൃതിയുടെ, നമ്മുടെ സന്ദേശത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളാണ്. ഇത് പകർന്നു കൊടുക്കാത്തതുകൊണ്ടാണ് ഇന്ന് കാണുന്നതായ രീതിയിൽ എല്ലാ വികടവുമായിരിക്കുന്നതായ ആശയങ്ങളും ഒക്കെ തമ്മിൽ തല്ലി കലഹിച്ച് കുളം കലക്കി പരുന്തിന് കൊടുക്കുക എന്നുള്ള മട്ടിലങ്ങ് ആയിത്തീരാൻ ഇടയായിരിക്കുന്നത്. അപ്പോൾ സകല രാജരുകളിലും കുടികൊള്ളുന്നത് ആത്മസ്വരൂപിയായ ഭഗവാൻ തന്നെ എന്നുള്ളതായ അഭേദ ഭാവന ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും വളരെ നന്നായിട്ടേ കൊടുക്കുകയുണ്ടാവുള്ളൂ. ചെയ്യുന്നത് എന്തും ആർക്ക് വേണ്ടിയാണ്? നോക്കൂ, നിങ്ങൾ വീട്ടിൽ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലേ, ആദ്യത്തെ ദോശ ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് കൊടുക്കും. എങ്ങനെയാണ് ഭർത്താവിന് ആദ്യത്തെ ദോശ ഉണ്ടാക്കി കൊടുക്കുക? കല്ലിൽ മാവൊക്കെ ഒഴിച്ച് അതിനെയൊക്കെ ചുരണ്ടി എടുത്ത് റോസ്റ്റാക്കി ഇല്ലേ, പേപ്പർ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ മൂപ്പര് കഴിക്കത്തുള്ളൂ. എന്താ ചെയ്യുക? അതുപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കും. അതിന് കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കും. എങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുക്കും? അങ്ങോരുടെ മക്കളല്ലേ, അതേ സ്വഭാവമാണ്. റോസ്റ്റ് പോലെ നൈസായിട്ട് ഉണ്ടാക്കി കൊടുത്താലേ കഴിക്കുള്ളൂ. കല്ലിലൊഴിച്ച് മാവൊക്കെ അങ്ങ് ചുരണ്ടി എടുത്ത് പേപ്പർ റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും കൊടുക്കും. ഭർത്താവും കുട്ടികളൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ദോശ ഉണ്ടാക്കും. നിറച്ചും നെയ്യൊക്കെ ഒഴിച്ച് നല്ല മാവൊക്കെ നിറച്ചും മാവൊക്കെ ഒഴിച്ച് നല്ല സൂപ്പർ ദോശ ഉണ്ടാക്കും. അതാർക്കാ? അത് അവനവന് തന്നെയാണ്. ഈ അവസാനത്തെ ദോശ കഴിക്കുന്ന അമ്മമാരാരെങ്കിലും വല്ല കുറവുണ്ടോ നോക്കൂ. ഈ അമ്മമാർ ദോശ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല ദോശ ഏതാ? അവസാനത്തെ ദോശയായിരിക്കും. എന്തുകൊണ്ടാ? അത് ആർക്കുള്ളതാ? അവനവനുള്ളതാ. അപ്പം അവനവനുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് നന്നായി ചെയ്യും അല്ലേ? അവനവനുള്ളത് എന്ന് പറയുകയാണെങ്കിൽ തന്നിൽ താനായി വിളങ്ങുന്നതായ ആത്മസ്വരൂപം തന്നെയാണ് സകല രാജ്യങ്ങളിലും കുടികൊള്ളുന്നത് എന്നതായ അഭേദഭാവന ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, താൻ തന്നെയാണ് അന്യനായിട്ടിരിക്കുന്നത് എന്നതായ അഭേദഭാവന ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞാൽ തനിക്ക് എത്ര കണ്ട് തൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുമോ അതുപോലെ അന്യൻ്റെ കാര്യത്തിലും ഒരുപോലെ ശ്രദ്ധയുണ്ടാവും. അന്യനെന്ന് കാണാതെ സർവത്തെയും ഏകമായി കണ്ടുകൊണ്ട് സ്നേഹിക്കാനും സേവിക്കാനും സാധിക്കും. നമ്മളെ പുരാണ ഇതിഹാസങ്ങൾ കുറേ അമ്മുമ്മ കഥകളോ കെട്ടുകഥകളോ അല്ല. ഒരു യുക്തിവാദിക്കും കണ്ടിക്കാൻ പറ്റാത്തത്ര രീതിയിൽ ശാസ്ത്രശാഖയെ അവതരിപ്പിച്ചതായി പാരമ്പര്യമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം. അത് പകർന്നു കൊടുക്കേണ്ടതായ സംവിധാനങ്ങളില്ല. അഥവാ ഉണ്ടായിരുന്നതിന് നമ്മൾ പരിഷ്കാരത്തിൻ്റെ പേരും പറഞ്ഞ് പരിഷ്കാരത്തിൻ്റെ പ്രവക്താക്കളായി പറയപ്പെടുന്നതായ പാശ്ചാത്യരെ അനുകരിച്ചുകൊണ്ട് അതിലെല്ലാം കളഞ്ഞു കുളിക്കാൻ ഇടയായിത്തീർന്നു. പത്രം പറഞ്ഞാൽ അത് വിശ്വസിക്കാം, വ്യാസൻ പറഞ്ഞാൽ പൊളിയാണ് പോലും എന്ന കൂട്ടത്തിൽ നമ്മുടെ പൂർവികന്മാർ പറയുന്ന എന്തും അന്ധവിശ്വാസം എന്ന രീതിയിൽ മുദ്രകുത്താൻ ഇടയായിത്തീർന്നു. നമ്മുടെ രാമായണ ഭാരത ഭാഗവതാദികളെല്ലാം കേട്ട് പഠിച്ച് വളർന്നു വരുന്നതായ ഒരു തലമുറയ്ക്ക് അഥവാ ഈ സംസ്കാരം ഉള്ളിലുള്ളതായ ഒരാൾക്ക് കാണപ്പെടുന്നതായ സകല രാജ്യങ്ങളിലും ഭഗവാൻ തന്നെയാണ് കുടികൊള്ളുന്നത് എന്നതായ ഭാവന ഉള്ളിൽ ഉണർന്നിരിക്കുന്നതായ ഒരാൾക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും സേവിക്കാനും സാധിക്കും. എന്തിനാണ് ഭാഗവതം പഠിക്കുന്നത്? എന്തിനാണ് രാമായണം പഠിക്കുന്നത്? ഈ സർവാത്മഭാവം, ആത്മാവാസ്യമിതം സർവം, കാണപ്പെടുന്നതായ സകല രാജ്യങ്ങളിലും ഈശ്വരഭാവം, താനെന്നും അന്യനെന്നുമില്ലാതെ സകലത്തെയും ഏകമായി കാണാൻ തക്കതായ അഭേദഭാവം. ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം. ഞാൻ ആരാണ്? ആത്മസ്വരൂപിയാണ്. ഞാൻ ആരാണ്? ആത്മസ്വരൂപിയാണ് അല്ലേ? ഇവിടെ എന്തെങ്കിലും പറയൂ, വീട്ടിൽ പോയാൽ പറയാൻ പറ്റില്ല. ഞാൻ ആരാ? ആത്മസ്വരൂപി അല്ലേ? തന്മതി മറന്ന് അന്നാദിയിൽ തൻ്റെ സ്വരൂപത്തെ മറന്ന് ഈ ശരീരത്തെ ഞാനെന്ന് കരുതി, ഈ ശരീരത്തിൻ്റെ പേരും ഈ ശരീരവുമായി ബന്ധപ്പെട്ടതൊക്കെ എൻ്റെതെന്ന് കരുതി, ഇന്ന നാട്ടിൽ ഇന്ന ദിക്കിൽ ഇന്ന വീട്ടിൽ ഇന്ന പേരിൽ ഇന്നവൻ്റെ ഇന്നയാളെന്നുറച്ചു പോയ ജീവ, ഇന്ന നാട്ടിലെ ഇന്ന ദിക്കിലെ ഇന്ന വീട്ടിലെ ഇന്നവൻ്റെ ഇന്നയാള് എന്ന് കരുതി അതിൽ അഭിമാനിച്ചുകൊണ്ട് ശരീരാഭിമാനിയായി അഹങ്കരിച്ച് അതപ്പതിച്ച് കഴിയുന്നതായ അവസ്ഥയാണ് അല്ലേ? തൊട്ടാൽ കുളിക്കേണ്ടതായ പദാർത്ഥങ്ങളെ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്നതായ ഈ മലമൂത്ര ഭണ്ഡാകാരമായിരിക്കുന്നതായ ശരീരത്തെയാണ് ചായം തേച്ചും മേനി മിനിക്കുകയും വയസ്സ് 90 എനിക്കിപ്പോഴും 16 എന്നുള്ള ഭാവത്തിലങ്ങ് നടക്കുന്നത് ഇല്ലേ? എന്തിന്? ഈ ശരീരത്തെ തൊട്ടാൽ കുളിക്കേണ്ട പദാർത്ഥങ്ങളെ. ഭക്തിജ്ഞാന വിരാഗാണം സ്ഥാപനായ പ്രകാശിതം. എന്തിനു വേണ്ടിയാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉള്ളിലൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ശരീരമനോബുദ്ധികളാകുന്നതായ ത്രിവിധ കരണങ്ങളും നമ്മൾ ഈശ്വരീയമായ മാർഗത്തിലെ അഥവാ സാധന സമ്പത്തിയിൽ പൂർണ്ണതയെ പ്രാപിക്കാൻ വേണ്ടിയുള്ളതായ അനുഷ്ഠാന പ്രക്രിയയാണ് ശ്രീമദ് ഭാഗവതം. സർഗവിസർഗാദി ആശ്രയപര്യന്തമുള്ളതായ ദശവിധ ലക്ഷണയുക്തമായിട്ടങ്ങ് പറയപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ സാരം കാണപ്പെടുന്നതായ സകല രാജ്യങ്ങളിലും
ഒരുപോലെ ഈശ്വരന്റെ ഉണ്മയെ ബോധിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സർവ്വവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതം ഈശ്വരേ, വേദാന്തങ്ങളുടെയും സാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. യാതൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അറിയാനെ കൊണ്ടത് ബാക്കിയില്ലയോ, അതാണ് പരമമായ അറിവ്. ആ പരമമായ അറിവാണ് ഭാഗവതത്തിന്റെ പൊരുളെന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ, അത് അനുഭവതലത്തിൽ വരുത്തുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.